നമസ്കാരം. ട്രിപ്പ് ഫാമിലിയുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഞങ്ങളിപ്പോ കോട്ടയം ജില്ലയിലെ ഇലവീഴ പുഞ്ചിറയിലാണ്. അപ്പോൾ വ്യൂ പോയിന്റിലേക്ക് എത്തണുള്ളൂ. ഇപ്പോൾ റോഡ് നല്ല ഓഫ് റോഡാണ്. ഇപ്പോൾ കുറേ ദൂരമായി ഇങ്ങനെ വന്നത്. ഇനിയും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എത്ര ദൂരം ഇനി ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. വണ്ടി ഞങ്ങളിവിടെ ഒതുക്കി വെച്ച്, കാരണം എന്തായാലും ഇവരെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇവരെന്തായാലും നടക്കണം. അപ്പൊ അതുകൊണ്ട് ഞാനും കൂടി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് നടന്നു നോക്കാണ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പോ ഭയങ്കര എനർജറ്റിക് ആണ്. ഇപ്പൊ രാവിലെ ആയാലും കുഴപ്പമില്ല, ഇപ്പൊ വെയിലൊന്നും ആയിട്ടില്ലല്ലോ. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് ഇപ്പൊ ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചോ പറഞ്ഞത്. അപ്പൊ നടന്നു പോട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാം. തിരിച്ചിറങ്ങുമ്പോഴേക്കും ചിലപ്പോൾ ഔഷധിയാവുമായിരിക്കും. ഞങ്ങളിപ്പോ കുറച്ച് നടന്നങ്ങോട്ട് ഇതേ അകലെയായിട്ട് ഒരു മല കാണുന്നുണ്ട്. ഇനി അങ്ങോട്ടാണ് നടക്കണ്ടേന്ന് തോന്നണത്. ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലെ 1.25 കിലോമീറ്ററാണ് ഇലവീഴ പുഞ്ചിറയ്ക്ക്. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് ഒരു ബോർഡ് കാണുന്നുണ്ട്, മുനിയറ ഗുഹ, ഒരു 650 മീറ്റർ. അപ്പൊ അതൊന്ന് പോയി നോക്കാം. ഇപ്പൊ നമ്മള് പോണത് ആ മുനിയറ ഗുഹയിലേക്കുള്ള വഴിയിലേക്കാണ് കേട്ടോ. അപ്പൊ ആ വഴിയാണ് ഈ കാണുന്നത്. ആബിയുടെ ഒപ്പം ഞങ്ങള് നടന്നെത്തള്ള. അവൻ നേരത്തെ നടന്നു പോയിട്ട് ഞങ്ങക്ക് വേണ്ടി ഇപ്പൊ അവിടെ വെയിറ്റ് ചെയ്യാണ് അവിടെ ഇരുന്ന്. ആള് നേരെ പോണുണ്ട്. അത് രാവിലെയൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും. കാരണം നമുക്ക് ആ ഒരു തണുപ്പും കുറച്ചും കൂടി ഫീൽ ചെയ്യാം. അപ്പൊ നടക്കുമ്പോ ഒരു സുഖം ഉണ്ടാവും. ഇപ്പൊ കുറച്ച് നല്ല വെയിലായിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലെ 2 ജീപ്പ് പോയി. അപ്പൊ മോളിൽ നിന്ന് ഇറങ്ങി തന്നെ കണ്ടതാണ്. ഇവിടെ എന്താ വല്ല ക്യാമ്പോ എന്തെങ്കിലും മുകളിലുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇതിലേക്കൂടെ ജീപ്പിന് വന്നവർക്ക് സുഖമാണ്. മോളില് വരെ നടക്കൊന്നും വേണ്ട, സുഖമായിട്ട് പോവാം. ഞങ്ങളാ കയറ്റം കയറി വന്നിട്ട് ഇപ്പൊ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ. ആ ഗുഹയുടെ വഴിയെ വന്നിട്ട് ഇപ്പൊ ഇവിടെ അകലെ ഒരു ഡാം കാണാം. അതിൽ വെള്ളം കെട്ടിക്കണൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വെയിലുണ്ടെങ്കിലും ചെറിയൊരു മൂടലുണ്ട്. ഞങ്ങള് ഗുഹ കണ്ടിട്ടില്ല. ഗുഹ കാണാൻ വേണ്ടിയാണ് വന്നത്, പക്ഷെ കണ്ടിട്ടില്ല. ഇനി തിരിച്ചു പോകുമ്പോ നോക്കാന്ന് വിചാരിക്കണേ. അപ്പൊ ഇവിടുത്തെ വ്യൂ കണ്ടു കഴിഞ്ഞപ്പോ ജസ്റ്റ് അതൊന്നും എടുക്കാന്ന് വിചാരിച്ചു. ഞങ്ങള് ലെഫ്റ്റ് സൈഡ് കണ്ട ഒരു റോഡ് വഴി കുറച്ച് ഇറങ്ങി നോക്കി, പക്ഷെ ഗുഹയൊന്നും കണ്ടില്ല. കുറച്ച് അകലെ ഒരു വലിയ പാറ കാണാം. ഇനി അവിടെയാണോന്ന് അറിയില്ല. ഇവിടെ ചോദിക്കാനായിട്ടൊന്നും ആരെയും കാണുന്നില്ല. ഞങ്ങള് കുറച്ചാൾ നോക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ കയറി. അങ്ങോട്ട് പോവാനായിട്ട് ഭയങ്കര പാടായിരുന്നെങ്കിലും ഇറങ്ങാൻ നല്ല സുഖാട്ടോ. ഒട്ടും ടയേർഡ് ആവണില്ല ഇറങ്ങി പോകുന്നു. അതിന് കഴിഞ്ഞിട്ടൊന്നുമില്ല. തിരിച്ച് നമ്മളിപ്പോ തിരിഞ്ഞു വന്ന അതേ റോഡിലോട്ട് ചെന്നിട്ട് പിന്നെ 1.25 കിലോമീറ്റർ കിടക്കണം നടക്കാനായിട്ട്. ഈ തട്ടുകട കണ്ട, ഈ തട്ടുകടയില് നമുക്ക് അത്യാവശ്യം കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. അപ്പൊ ഇവർക്ക് ഇവിടെ വെള്ളം കിട്ടാനായിട്ട് പൈപ്പ് കണക്ഷൻ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഈ മലയുടെ മുകളിലായിട്ട് ഇവര് ഒരു കുളമുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇവര് ഈ ഉറവ കളക്ട് ചെയ്യും. എന്നിട്ട് അത് ഒരു കുഴി പോലെ ആക്കി ഇട്ടിട്ട് അവിടെ നിന്ന് ഓസ് വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വെള്ളം എടുക്കുന്നത്. ഇവിടെ താഴെയും കുറച്ച് വീടുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടേക്കും വെള്ളം അങ്ങനെയാണ് ഇവര് കളക്ട് ചെയ്യണത്. ഈ റോഡിന്റെ ഒരു അവസ്ഥ ഉണ്ടോ? ഞാൻ കുറെ നാൾ മുമ്പ് ഇവിടെ ഒരിക്കൽ വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഇപ്പൊ ചായക്കടയിലെ ചേച്ചിയോട് ചോദിച്ചപ്പോ ആ ചേച്ചി പറയണത് 5 വർഷമായി എന്ന് പറയണേ ഇങ്ങനെ ഈ മെറ്റലിട്ടിട്ട്. ഇതുവരെ ടാറിങ് ഒന്നും ചെയ്തിട്ടില്ല, ഇതേ ഇങ്ങനെ കിടക്കണം. ഞങ്ങള് നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെ ഒരു ചെറിയ ഡാം പോലെ കാണുന്നുണ്ട്. അപ്പൊ ചെക്ക് ഡാം എന്നാന്ന് തോന്നുന്നു. അങ്ങനെ ആരോ പറയണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഡാമുണ്ട്, അതാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. അതിന്റെ ആ സൈഡൊക്കെ നന്നായിട്ട് കെട്ടി, ചെറുതാണെങ്കിലും നല്ല നല്ല വൃത്തിയായിട്ട് കെട്ടിയൊക്കെ ചെയ്താണ് ഒരു ഡാമാണ്. ഇവിടെ വരെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും നേരം നല്ല വെയിലത്തെ കൂടെ കയറി വന്നിട്ട് ഇങ്ങനെ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോ നല്ല സന്തോഷം തോന്നുന്നു. ഞങ്ങള് മുകളിലോട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി ഉള്ളൂന്ന് തോന്നണത്. അവിടെ ആയിട്ട് കാണാം, നമുക്ക് ടോപ്പ് കാണാം. ഇവിടെ കണ്ട, ഇവിടെ ഒരു കുഞ്ഞമ്പലമുണ്ട്.
പോണ വഴിയിൽ നമ്മള് മുകളിലെ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി തന്നെ ഉള്ളതാണ്. ഭയങ്കര കുഞ്ഞമ്പല, ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ചെറിയ അമ്പലം. ഇത് ഇവിടെ എഴുതി വെച്ചാണത് ഭദ്രകാളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് എഴുതി വെച്ചാണത്. ഇവിടെ ഒരു സർപ്പക്കാവ് പോലെ ഉണ്ട്, നല്ല തണലാ, നല്ല മരങ്ങളൊക്കെ, നല്ല പൊക്കം കുറഞ്ഞിട്ടുള്ള മരങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിക്കാൻ നല്ല സുഖമുണ്ട്. ഇവിടെ വ്യൂ പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയൊരു പെട്ടിക്കട കൂടി ഉണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം തണുത്ത വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ എന്താണ്. ഒരു 7up വാങ്ങി. ഞാൻ ഇവിടെ വരെ വന്നപ്പോ നല്ല വെയിലായതുകൊണ്ട് തണുത്ത എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ അതാ ഉള്ളത് വരണം, അപ്പൊ അത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ കയറ്റൊക്കെ കയറി ഇതേ ഇലവീഴ പൂഞ്ചിറയിലെത്തി. നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. നല്ല വെയിലാണെങ്കിലും നല്ല കാറ്റുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ആ നടത്തത്തിന്റെ ക്ഷീണം ഒട്ടും അറിയണില്ല ഇപ്പോൾ പോലും. നല്ല രസം. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഇനി കറങ്ങി കാണാം. ഞങ്ങൾ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെ ഒരു കടയും കൂടി ഉണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നാരങ്ങ വെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. ഇനി വേറെ കടയൊന്നും ഇല്ല ഇവിടെ, ആ ഒരു കടയും കൂടി ഉള്ളൂ. ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. എല്ലായിടത്തും ഒന്നും അങ്ങനെ അത് കാണാറില്ല. ഇവിടെ എന്തായാലും അവിടെ തന്നെ എല്ലാവരും ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അവിടെ ഇവിടെ ഒരു മരം കണ്ടു. ആ ഒരു മരത്തുമ്പോ പോലും ഇലയില്ല. അപ്പൊ ഈ പേര് പോലെ തന്നെയാണ് ഇലവീഴ പൂഞ്ചിറ. ഇവിടെ കാണുന്നതാണ് പണ്ടത്തെ സുന്ദരിപ്പൂവ്. ഇത് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ തോന്നാറുണ്ട്. കാരണം പണ്ടൊക്കെ നമ്മുടെ വീടുകളുടെയൊക്കെ അടുത്ത് ഇഷ്ടംപോലെ ഇങ്ങനെ നട്ടു വളർത്തുന്നതല്ല, കാട്ടിലിങ്ങനെ കാണാൻ പറ്റാറുണ്ട്. പക്ഷെ ഇപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അധികം കാണാറില്ല. ഇവിടെ ഇത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഏറ്റവും അറ്റത്തുള്ള ഒരു വ്യൂ പോയിന്റിലെത്തി. നല്ല അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ കാണാനായിട്ട്. ഇലവീഴ പൂഞ്ചിറയിൽ വന്നിട്ട് ഉള്ള ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്, ഇവിടെ താഴെ കാണുന്നത്. അതിപ്പോ എങ്ങനെ വർണ്ണിക്കാൻ പറ്റുന്ന അറിയില്ല. അത്ര ഇത് കണ്ട് തന്നെ പോണം, അത്രയുണ്ട് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ രാവിലെയൊക്കെ ഭയങ്കര കോടയായിരിക്കും. അവര് പറയണത് ഒരു 7 മണി കഴിഞ്ഞാൽ തന്നെ ആയിരിക്കും ശരിക്കും ഈ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ പറ്റണമെങ്കിൽ. ഇനി ഇതിന്റെ താഴെ കാണുന്നത് മലങ്കര ഡാമിന്റെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ഇവിടെ സൺറൈസ് കാണാൻ ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു പ്ലേസ് ഇല്ലാന്നാ പറയണേ. നല്ല കാറ്റാണ് ഇവിടെ. പിന്നെ കാണാനും അത്രയുണ്ട്. പിന്നെ രാവിലെ രാത്രിയൊക്കെ ആണെങ്കിൽ ഭയങ്കര കോടയായിരിക്കും എന്നാണ് പറയണത്. അപ്പൊ അതും കൂടി നമുക്ക് ഫീൽ ചെയ്യാം ശരിക്കും. ഇവിടെ ഈ വ്യൂ പോയിന്റ് തന്നെ ഒരു കോട്ടേജ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ചേട്ടനെ ഞങ്ങൾ കണ്ടിരുന്നത്. പുള്ളിനോട് ഞങ്ങൾ ചോദിച്ചു. അപ്പൊ അത് 3500 രൂപയാണ് അതിന്റെ വാടക വരുന്നത്. പിന്നെ അവർ പറഞ്ഞത് ഫാമിലിക്ക് അങ്ങനെ കൊടുക്കാറില്ല, കാരണം സേഫ്റ്റി കുറവാണ്. വെറുതെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ബാച്ചിലേഴ്സാണ് കൂടുതൽ അവർ കൊടുക്കണത്. 3500 രൂപയാണ് മൊത്തം വരുന്നത്. അതിനകത്ത് വേറെ ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിന്റെ അപ്പുറത്ത് അവർ തന്നെ വേറൊരു റിസോർട്ട് പണിയുണ്ട്. അത് അടുത്ത മാസം ഓപ്പൺ ആവുമെന്നാണ് അവർ പറഞ്ഞത്. പൂഞ്ചിറ റിസോർട്ട് എന്നാണ് അതിന്റെ പേര്. ബാച്ചിലേഴ്സിന് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കമ്പനി കൂടാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെയാണത്. നല്ലൊരു ഇതായിരിക്കും രാത്രിയൊക്കെ. ഇവിടെ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞു. രാത്രിയാണെങ്കിലും ഇവിടെ ഇടുക്കിയുടെയും പിന്നെ അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയാണെങ്കിൽ ആലുവരെയൊക്കെ കാണാമെന്നാണ് പറയണത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൺറൈസും കാണാൻ നല്ല അടിപൊളിയായിട്ട്, കുറച്ച് അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ സൺസെറ്റും കാണാൻ നല്ല രസമായിട്ട്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ സൺറൈസ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ വേറെ കടകളൊന്നുമില്ല. അപ്പൊ ഞങ്ങള് വന്നപ്പോ ബ്രെഡും ജാമും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളത് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ ഇപ്പൊ ചേട്ടനോട് ചോദിച്ചപ്പോ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മേശയും കസേരയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് കഴിച്ചോളാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്.
ഇലവീഴാപൂഞ്ചിറയില് വന്നു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഒരു തരം മരങ്ങളൊന്നും ഇല്ല ഇവിടെ. പിന്നെ ഏകമുള്ളൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞത് നമ്മുടെ അവിടെ പുൽച്ചൂലുണ്ടാക്കില്ലേ, നമ്മുടെ വീട്ടിലേക്ക് അടിക്കുന്ന പുൽച്ചൂല്, അതുണ്ടാക്കുന്നത് ഈ പ്ലാന്റിന്റെ ഈ ഇലയെന്നാണ് പറഞ്ഞത്. ഇലവീഴാപൂഞ്ചിറയിലേക്ക് ആലുവയിൽ വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പൊ ഞങ്ങൾ വന്നത് ആലുവയിൽ നേരെ പെരുമ്പാവൂര്, അവിടുന്ന് മൂവാറ്റുപുഴ, അവിടുന്ന് തൊടുപുഴ, അവിടുന്ന് മേലുകാവ്, അവിടുന്ന് ഇലവീഴാപൂഞ്ചിറ. ശരിക്കും ഇലവീഴാപൂഞ്ചിറ നല്ല ഭംഗി തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഇവിടേക്ക് വരുമ്പോഴുള്ള റോഡിന്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. കാരണം ഓഫ് റോഡാണ്, പക്ഷെ നല്ല വീതിയുണ്ട്, ഒരു ബസ്സിന് തന്നെ വരാവുന്ന വീതിയൊക്കെ ഉണ്ട്. ആ റോഡിന്റെ വർക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നല്ല റോഡ് ടാറിങ് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വണ്ടികൾ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരാം. പിന്നെ യാത്ര ഒരു പ്രശ്നമല്ല. അത് മാത്രമേ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഇപ്പൊ നമുക്ക് പറയാനുള്ളൂ ഇപ്പോ. പക്ഷെ അല്ലാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യൂവും ആ ഒരു ക്ലൈമറ്റും എല്ലാം സൂപ്പറാണ്. പ്രത്യേകിച്ചും സൺറൈസും സൺസെറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാം. പിന്നെ താമസ സൗകര്യവും കാര്യങ്ങളുണ്ട്. ഫുഡൊക്കെ നമ്മള് കൊണ്ടുവരണം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഉള്ളറിയില്ല അതിനെപ്പറ്റി. പക്ഷെ ബാക്കി എല്ലാ ഫെസിലിറ്റിയും നല്ല ക്ലൈമറ്റും എല്ലാം നല്ല തന്നെയാണ്. എന്താണ് ഈ റോഡ് ഇങ്ങനെ ഇട്ടേക്കണേന്ന് അറിയില്ല. ഇപ്പൊ നേരത്തെ ഒരാളോട് സംസാരിച്ചപ്പോ ആള് പറഞ്ഞത് കോൺട്രാക്ടറൊക്കെ ഇട്ടുകൊണ്ട് പോയിന്ന് പറഞ്ഞു. 5 വർഷമായി പറഞ്ഞു തുടങ്ങിയിട്ട്. ഇപ്പൊ ഈ മെറ്റല് വെറുതെ വിരിച്ചിട്ടിട്ട് ഇപ്പൊ ഒട്ടും വണ്ടി ഒട്ടും കൊണ്ടുവരാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കിടക്കണേ. വലിയ വണ്ടി ജീപ്പൊക്കെ കുഴപ്പമില്ല, പക്ഷെ ബൈക്കൊക്കെ വരല് ഭയങ്കര റിസ്ക്കാണ്. ഈ കാണുന്നതാണ് ഇലവീഴാപൂഞ്ചിറയിലെ ചിറ. ഇവിടെ ഏത് സമയത്തും ഫുൾ വെള്ളം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇതിപ്പോ ഇതിന്റെ സൈഡൊക്കെ ഗവൺമെന്റ് കെട്ടി തിരിച്ച് സംരക്ഷിച്ചേക്കണാണ് ഇപ്പൊ ഇവിടെ. സൈഡിലാണെങ്കിൽ ഫുൾ ഡ്രാഗൺ ഫ്ലൈ. ആബി ഭയങ്കര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതായി ചെറിയുടെ സൈഡിലുള്ള ഡ്രാഗൺ ഫ്ലൈനെയും മീനും ഒക്കെ കുറെ ഉണ്ട് കേട്ടോ. പറഞ്ഞത് ശരിയാണ്, കുറെ കുഞ്ഞു മീനുകൾ നിറയെ ഉണ്ട് അതിനകത്ത്. പിന്നെ ഡ്രാഗൺ ഫ്ലൈ നിറച്ച് ഒന്നുമില്ല, പക്ഷെ എങ്കിലും സൈഡിലൊക്കെ ഉണ്ട്. അത് അവന്റെ ലോകത്ത് അവൻ കണ്ടുപിടിച്ച സാധനങ്ങളാണ്. അപ്പോ ഞങ്ങള് ഇലവീഴാപൂഞ്ചിറയിൽ നിന്ന് ഇറങ്ങിയാണ്. ഇനി ഞങ്ങൾ നേരെ ഇല്ലിക്കൽ കല്ലിലേക്കാണ് പോണത്. അപ്പോ ഇല്ലിക്കൽ കല്ലിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. എനിക്ക് ഇലവീഴാപൂഞ്ചിറ നല്ല ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ.